വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് റെസിപ്പിയാണ്. ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാൻ മടിക്കുന്ന കുട്ടികൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെയധികം ഇഷ്ടത്തോടെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ചേർക്കാനായി ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫോസ്റ്റർ ക്ലക്സിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ്. ഇത് വാനില ഫ്ലേവറിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ചെറിയ ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുക. നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. ചൂടുള്ള പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടയായി പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ മാറ്റി വെക്കുകയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ പാൻ അടുപ്പിലേക്ക് മാറ്റുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിവിടെ പാൽ തിളപ്പിച്ചെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ പാൽ ഏകദേശം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് 5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമെല്ലാം ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ പാൽ ഇവിടെ നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാൽ നന്നായി തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയം ഞാൻ നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് നന്നായി സ്പൂൺ വെച്ച് ഇളക്കിയതിന് ശേഷം മാത്രം ഇതിനകത്തേക്ക് കുറേശ്ശെയായി ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചേർക്കുന്ന സമയത്ത് കൈയെടുക്കാതെ തന്നെ തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 1 ലിറ്റർ പാൽ എടുത്തത് കൊണ്ടാണ് 4 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്നത് 500 ml മിൽക്കാണെങ്കിൽ അതിൽ 2 ടേബിൾ സ്പൂൺ മാത്രം ചേർക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അധികം കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തണിയുന്ന സമയമാവുമ്പോഴേക്കും ആവശ്യമുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് മാറുന്നതാണ്. ഈ ചൂടുള്ള പാനിൽ നിന്നും ഞാനിത് ഒരു ബൗളിനകത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതേസമയം ഇതിൻ്റെ ചൂട് നന്നായി തണിഞ്ഞതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് ചേർക്കേണ്ട ഫ്രൂട്ട്സ് എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അധികം പുളിയുള്ള ഫ്രൂട്ട്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ ഞാൻ കുറച്ച് ഗ്രേപ്സ് അധികം പുളിയില്ലാത്തത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ആപ്പിളിൻ്റെ ചെറിയ പീസുകളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു 3 സ്ട്രോബെറി ചെറുതാക്കി കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ഗ്രീൻ ഗ്രേപ്സും ഒരു മാങ്ങ ചെറുതാക്കി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു പൊമഗ്രനേറ്റിൻ്റെ പകുതിയും പിന്നെ കുറച്ച് ബദാം ചെറുതാക്കി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ബനാന ഉണ്ടെങ്കിൽ അതും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതിവിടെ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. ഒരു 2 മണിക്കൂർ ശേഷം തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഞാനിത് ഇവിടെ സെർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ തണുപ്പിച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അനുഭവപ്പെടുക. അപ്പോൾ ഞാനിത് നന്നായി തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തണുപ്പിച്ചെടുത്തിരിക്കുന്ന ഈ ഫ്രൂട്ട് സാലഡ് ഞാനിവിടെ ഒരു ചെറിയ ബൗളിനകത്തേക്ക് ചേർത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഐസ്ക്രീം കൂടെ ചേർത്തിട്ടാണ് സെർവ് ചെയ്യുന്നത്.